അസ്സലാമു അലൈക്കും. ഇവർ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്യുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫോണിൽ ശരിക്കും പറഞ്ഞാൽ മൊത്തവും ഇവരുടെ ഫോട്ടോസും വീഡിയോസും മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇങ്ങനെ ഇവരുടെ ഫോട്ടോസ് കാരണം ഇങ്ങനെ എപ്പോഴും സ്റ്റോറേജ് ഇങ്ങനെ ഫുള്ളാവലും അത് ശരിയാക്കലുമാണ് എൻ്റെ സ്ഥിരം പണി ഇപ്പോഴത്തെ. അടിപിടിയൊക്കെ ഉണ്ടാവും, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കണ്ണിന് കുളിർമയും മനസ്സ് നിറയുന്നൊരു സന്തോഷമൊക്കെ എനിക്ക് തോന്നും. ഹൈസ ഭയങ്കര ലക്കിയാണ്. കാരണം വെച്ചാൽ കുഞ്ഞിത്താടിയും കുഞ്ഞിക്കക്കമാരുടെയൊക്കെ ഇങ്ങനെ സ്നേഹവും കെയറിങ്ങും ഒക്കെ അവൾക്ക് ഒരുപാട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവർ 3 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും അടികളൊക്കെ ആണെങ്കിലും ഹൈസാൻ്റെ അടുത്ത് അത്ര ഹാർഷായിട്ടുള്ള ബിഹേവിയേഴ്സ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കലും ഒക്കെയാണ്. എന്നുവെച്ചാൽ ഈ നേരത്തെ അവൻ കൊടുത്തപ്പോൾ ആ തിക്കായിട്ടുള്ള സൈഡ് അവൻ കഴിച്ചിട്ട് സോഫ്റ്റായിട്ടുള്ള സൈഡാണ് അവൾക്ക് കൊടുത്തത്. അപ്പം മനസ്സിൽ തോന്നി ഇവൻ ഇതൊക്കെ അറിയുമെന്നൊക്കെ. അപ്പോൾ നോമ്പിന് ഞാനിതുവരെ മീൻ മേടിച്ചില്ല. അങ്ങനെ മീൻ മേടിക്കാനും വെക്കാനൊക്കെ ഒരു മടിയായിരുന്നു. പക്ഷേ ചിക്കനും മട്ടനും ഒക്കെ സ്ഥിരമായത് കാരണം ഞാൻ പിന്നെ മീൻ മേടിച്ചു. പിന്നെ ഫിഷ് മോളി ആക്കാമെന്ന് വിചാരിച്ചത്, ഇച്ചിരി സ്പെഷ്യലായിരിക്കുമല്ലോ. നമുക്ക് കട്ടിയുള്ള ഏത് മീനും നമുക്ക് ഫിഷ് മോളിക്ക് എടുക്കാം. നെത്തോലി ഈ ചാള പോലത്തെ സാധനമൊന്നും മത്തിയൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല കേട്ടോ. എന്നുവെച്ചാൽ അത്ര സുഖം ഉണ്ടാവില്ല. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഫിഷ് മോളി ആക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മീനിൽ നല്ല രീതിക്ക് വരകളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്, മസാലകൾ നല്ല പിടിക്കാനായിട്ട്. നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നേ ഇല്ല. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നാരങ്ങാനീര്, ഒരു നാരങ്ങയുടെ പകുതി ഇത് ചേർത്തിട്ടാണ് നമ്മൾ മസാല പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു മണിക്കൂറോളം, അരമണിക്കൂറെങ്കിലും നമ്മളിത് മസാല പിടിക്കാനായിട്ട് നമ്മളെ മീൻ വച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് നല്ല ചൂടെണ്ണയിൽ, നമ്മുടെ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ചൂടെണ്ണയിൽ നല്ല രീതിക്ക് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. നല്ല രീതിക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ കറിയിൽ ഇതിനെ വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു സൈഡ് ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. നെക്സ്റ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ കറിയിൽ നമ്മൾ ഈ മീൻ വീണ്ടും കുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഓവർ കുക്കായാൽ മീൻ പൊടിഞ്ഞൊക്കെ പോവും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും അത്യാവശ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് ഈ മീൻ കഷ്ണങ്ങൾ മാറ്റുക. അതേ എണ്ണയിൽ തന്നെ കറുവ, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക് നമ്മൾ ഈ ചേർക്കുന്ന പച്ചമുളക് മാത്രമേ നമ്മുടെ ഈ കറിക്ക് എരിവിന് സഹായിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം ആ രീതിക്ക് അനുസരിച്ചിട്ട് വേണം പച്ചമുളക് എടുക്കാനായിട്ട്. അതും നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് സവോളയാണ്. ഒരു വലിയ സവോള മാത്രമാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. അത് നല്ല രീതിയിൽ നേരിയതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് നമ്മൾ വഴറ്റിയെടുക്കാനേ പാടുള്ളൂ. ഇത് ഡാർക്ക് ബ്രൗൺ കളറിൽ നമ്മുടെ സവോള എത്തുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്രത്തോളം ഡീപ്പ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സവോള നമ്മുടെ ഫിഷ് മോളിക്ക്. ആ സവോള ഇങ്ങനെ നമുക്ക് ആ കറിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. കുക്കാവുകയും വേണം, പക്ഷേ അത്രത്തോളം ഡാർക്ക് ആവാനും പാടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് വേണം നമുക്ക് സവോള വഴറ്റിയെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന പൊടികളെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം നമ്മുടെ സവോളയൊക്കെ. എന്നിട്ട് നമ്മൾ തേങ്ങയുടെ ഒരു മുഴുവൻ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം പാൽ ഒരു 2 കപ്പോളം വെള്ളം കൂടി ചാലിച്ച് ഞാൻ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു 2 കപ്പോളം 240 ml 2 കപ്പോളം ഉണ്ട്. അത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ തക്കാളി ഇതുപോലെ ചേർത്തിട്ടില്ല. ഒരു തക്കാളി, ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ
ഇങ്ങനെ ഇതുപോലെ വച്ച് കൊടുക്കുക. അതും ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറിയിൽ മുങ്ങി കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോഴും നമ്മൾ കുറച്ച് കറിവേപ്പില എക്സ്ട്രാ നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില ഇട്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് കൂടെയുള്ളൂ, കുറയില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5-6 മിനിറ്റോളം, നമ്മളൊരു 10 മിനിറ്റ് മാക്സിമം, നമ്മുടെ ഇട്ട് കൊടുക്കുന്ന മീൻ അനുസരിച്ചിട്ട്. ഓക്കെ, എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫിഷ് മോള് റെഡി ആയിട്ടുണ്ടാവും. റെഡി ആയില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പകുതി നാരങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ മുഴുവനായിട്ട് ഒരു നാരങ്ങ മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം തേങ്ങയുടെ ആദ്യത്തെ പാല് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് സിമ്മിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. തേങ്ങാപ്പാൽ ആദ്യത്തെ പാല് നമ്മൾ എപ്പോൾ ചേർത്താലും തീ സിമ്മിലിട്ട് ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. പിന്നീട് തിളപ്പിക്കാനൊന്നും പാടില്ല. തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫിഷ് മോളി സെറ്റായി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണിത്, ഫിഷ് മോളി എന്ന് പറയുന്നത്. ഇത് നമുക്ക് തക്കാളി എന്ന് ചപ്പാത്തി, അപ്പം, പൊറോട്ടയുടെ ഒക്കെ കൂടി സൂപ്പറാണ്. ഞാനിവിടെ സെർവ് ചെയ്തത് അപ്പത്തിൻ്റെ കൂടെയാണ്. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് നമുക്ക് എപ്പോഴും നമ്മൾ മീൻകറി ഒരേ സ്റ്റൈലിൽ അല്ലെങ്കിൽ 2-3 സ്റ്റൈലിലൊക്കെ ആയിരിക്കും നമ്മൾ വെക്കുന്നത്. വറുത്തരച്ച് വയ്ക്കും, അല്ലാണ്ട് പച്ച അരച്ച് വയ്ക്കും, പിന്നെ അല്ലാണ്ട് മുളക് കറി പോലെ വയ്ക്കും. അപ്പോൾ നമ്മളിത് സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് ഫിഷാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണമാണിത്. ഒരു ഇഫ്താറിന് നിങ്ങൾക്ക് ഒരു ദിവസം നോമ്പ് തുറക്കി നിങ്ങളിത് എന്തായിരുന്നാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഞാൻ പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ഞാൻ കഴിച്ചു നോക്കി. എനിക്ക് പേഴ്സണലി ചപ്പാത്തിയുടെ കൂടെ കഴിച്ചതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പത്തിനേക്കാളും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ നോമ്പ് തുറ വിഭവങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായിരുന്നാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. കാരണം അത്രയും ടേസ്റ്റാണ്, വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. മീൻ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഒരു നോമ്പ് തുറക്ക് എന്തായിരുന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.